ഒരു ജപ്പാൻ ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു, മൻസാരോ ഒമാട്ടോ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ഈ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ തിരിച്ച് കണ്ടുപിടിച്ച ഒരു ശാസ്ത്രജ്ഞനാണ്. അതായത് ഒരു ഒരു ജാറിനകത്ത് വെള്ളം എടുത്തു വെച്ചു, 2 ജാറുകളിൽ കേട്ടോ, 2 ജാറുകളിൽ വെള്ളം എടുത്തു വെച്ചിട്ട് ഒരു ജാറിൽ ഐ ഹേറ്റ് യു അങ്ങനെയുള്ള നെഗറ്റീവ് വേർഡുകൾ എഴുതി, ഒരെണ്ണത്തിനകത്ത് ഐ ലവ് യു അങ്ങനെയുള്ള വാക്കുകളും എഴുതി വെച്ചു. എന്നിട്ട് അത് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പം നമ്മൾ ഐ ലവ് യു എന്ന് എഴുതിയ പാത്രത്തിലെ ജാറിലെ വെള്ളം നല്ല മഞ്ഞ് പൂക്കൾ പോലെ നല്ല ഭംഗിയായിട്ടിരുന്നു എന്നും മറ്റേ വെള്ളം ചിന്നിച്ചെതറി ഒരു ആകൃതിയില്ലാതെ ഇരുന്നു എന്നുമാണ് പറയുന്നത്. അത് ശാസ്ത്രലോകം ഭയങ്കര കൗതുകത്തോടെ കണ്ട ഒരു ഇതാന്ന് പറയുന്നത് ആ ശാസ്ത്ര പരീക്ഷണം. അങ്ങനെ അദ്ദേഹം ചോറിലും പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ചോറ് 2 ജാറിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഐ ലവ് യു എന്നും ഐ ഹേറ്റ് യു എന്നും എഴുതി വെച്ചിട്ട് ഐ ലവ് യു എന്ന് എഴുതിയ ചോറ് എങ്ങാണ്ട് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പം ആ ചോറ് അതേപടി ഇരുന്നു എന്നും ഐ ഹേറ്റ് യു എന്ന് എഴുതിയ ചോറ് ചീഞ്ഞളിഞ്ഞ് പോയി എന്നും അദ്ദേഹം പരീക്ഷണത്തിൽ പറയുന്നുണ്ട്. ഇത് നമ്മുടെ, അതായത് ഇതിന്റെ ശാസ്ത്രീയ വശം ഇതാന്നാ പറയുന്നത്. വായുവിൽ കൂടെ 4% വായുവിൽ കൂടെ ഒരു ശബ്ദതരംഗം പോകുമ്പോൾ, അതായത് നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ വായുവിൽ കൂടെ പോകുമ്പോൾ 4 മടങ്ങ് വേഗത്തിൽ വെള്ളത്തിൽ കൂടെ, അത് വായുവിനേക്കാളും വേഗത്തിൽ വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കുമെന്നും. അതിന്റെ അർത്ഥം നമ്മുടെ ശരീരത്തിൽ 3/4% വെള്ളമാണുള്ളത്. അപ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഈ വായുവിനേക്കാളും വേഗത്തിൽ ശബ്ദം നമ്മുടെ ശരീരത്തിൽ സ്പീഡിൽ നമ്മുടെ ശരീരത്തിൽ സഞ്ചരിക്കും എന്നാണ് പറയുന്നത്. അതായത് നെഗറ്റീവാണ് നമ്മൾ ഒരാൾ പറയുന്നതെങ്കിൽ ആ നെഗറ്റീവ് നമ്മുടെ ഉള്ളിൽ 4% വേഗത്തിൽ സഞ്ചരിക്കും. നമ്മുടെ വെള്ളത്തിൽ കൂടെ പോകുന്ന പോലെ തന്നെ, വായുവിൽ കൂടെ പോകുന്നതിനേക്കാൾ സ്പീഡിൽ. മനസ്സിലായോ? നമ്മുടെ ശരീരത്തിൽ അത് ഏറ്റവും സ്പീഡിൽ സഞ്ചരിക്കും എന്നാണ് പറയുന്നത്. നെഗറ്റീവ് വാക്കുകൾ നമ്മളിങ്ങനെ ഒത്തിരി പേര് നെഗറ്റീവ് പറയുന്നവർ ഇങ്ങനെ ഇരിക്കണ കണ്ടിട്ടില്ലേ? അവർക്ക് അത് മാത്രമേ അറിയത്തുള്ളായിരിക്കും. എപ്പോഴും ഈ നെഗറ്റീവ് മാത്രം ചിന്തിച്ച് പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന ഒത്തിരി പേരെ കണ്ടിട്ടില്ലേ? നമ്മുടെ അതൊരു ഒരു സ്വഭാവമായിട്ട് തീർന്നേക്കുവാണ്. നമുക്ക് മറ്റുള്ളവരോട് ഒരു പോസിറ്റീവ് കാര്യം പറയാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇല്ലേ? ഒരു മനുഷ്യനെ കുറിച്ച് നല്ലത് പറയാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയാൾ നല്ലതായിരുന്നു, നല്ലൊരു വ്യക്തിത്വം എന്നിങ്ങനെ പറയാൻ നമുക്ക് ഭയങ്കര. അയാളെ കുറിച്ച് മോശം പറയാനാണെങ്കിൽ നമുക്ക് 100 നാവ, നമ്മുടെ തലയ്ക്ക് ചുറ്റും നാവുള്ള പോലെ നമുക്ക് തോന്നും, ഇല്ലേ? പലപ്പോഴും അങ്ങനെ നമ്മൾ ഒത്തിരി പേരെ കണ്ടിട്ടില്ലേ? എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് ഒരു 100 നാവ. ചിലര് നമ്മളെ എന്നാ പറയുക, മുറിപ്പെടുത്തുന്ന രീതിയിൽ നമ്മളോട് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുമുണ്ട്. ചിലരുടെ കുറ്റം പറച്ചിലുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരിക്കൽ പോലും അവരോട്ട് ഒന്ന് ഇണങ്ങാൻ പോലും, അല്ല ഒരു സ്നേഹം കാണിക്കാൻ പോലും നമുക്ക് തോന്നാറില്ല, അല്ലെ? അത് നമ്മുടെ അടുത്തുള്ളവരായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, ആരായിരിക്കാം. നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നവരുണ്ട്. പക്ഷെ അവരറിഞ്ഞാണോ അറിയാതെയാണോ എന്താണോ? ചിലരുടെ അടുത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞു നോക്കി നെഗറ്റീവ് ഇങ്ങനെ സംസാരിക്കുന്നവരുടെ അടുത്ത് ചെന്നിട്ട് പോന്നു കഴിയുമ്പോൾ നമുക്കൊരു ക്ഷീണമോ നമുക്കൊരു വല്ലാത്തൊരവസ്ഥയായിരിക്കും. നമ്മളതിനെ കണ്ണ് കിട്ടി എന്നൊക്കെ പറയും. പക്ഷെ കണ്ണ് കിട്ടിയതല്ല, അവരുടെ നെഗറ്റീവ് നമ്മുടെ ബ്ലഡിൽ കൂടെ 4% വേഗത്തിൽ, ഞാൻ ആദ്യം പറഞ്ഞ പരീക്ഷണം പോലെ തന്നെ 4% വേഗത്തിൽ നമ്മളിലേക്ക് പതിക്കുന്നതാണ് അതിന് കാരണം. അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെയുള്ളവരിൽ നിന്ന് കുറച്ചൊക്കെ ഒരു പരമാവധി അകലം പാലിച്ച് നിൽക്കുന്നത് നന്നായിരിക്കും. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ എളുപ്പമാണ്. ഈ വാക്കുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. പലരും ഇങ്ങനെ വായി തോന്നിയത് ഇങ്ങനെ കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പറഞ്ഞു വിടും. പക്ഷെ പിന്നീട് ആ വാക്കുകൾ തിരിച്ചെടുക്കാൻ സാധിക്കില്ലല്ലോ പലർക്കും. അതെന്തുമാത്രം മറ്റുള്ളവരെ വേദനിപ്പിക്കണ്ടെന്ന് ഇവരറിയില്ല. ഇവർക്ക് അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. ഇവർക്ക് മറ്റുള്ളവരെ വേദനിപ്പിച്ചാൽ എന്നാ, വേദനിപ്പിച്ചില്ല, ഇവർ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് ചിലരുടെ സ്വഭാവം. അതും ഒത്തിരി ദൂഷ്യം ചെയ്യുന്ന കാര്യമാണ്. ആ സമയത്ത് നമുക്ക് മലയാളികൾക്കാട്ടോ ഏറ്റവും കൂടുതലുള്ള ഇങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. നമ്മൾ ഒരു തമിഴിനോട് ചോദിക്കുക എങ്ങനെയുണ്ട്, സുഖമാണോ എന്നൊന്ന് ചോദിച്ചു നോക്കുമ്പോൾ റമ്പ സൗഖ്യമാ സാർ എന്ന് പറയില്ലേ, അങ്ങനെ പറയില്ലേ? ആ സമയത്ത് ഒരു ഹിന്ദിക്കാരനോട് ചോദിക്കുന്ന ബഹുത്ത് അച്ഛ എന്ന് പറയും. അവർ വളരെ നന്നായിട്ടിരിക്കണമെന്ന് പറയും. ഒരു ഇംഗ്ലീഷുകാരനോട് ചോദിച്ചാൽ ഗ്രേറ്റ് ഫീൽ എന്ന് പറയും. എന്നിട്ട് താങ്ക് യു കൂടെ പറയും. അങ്ങനെ ഒരു നല്ല മനസ്സോടുകൂടി പറയണ ഇങ്ങനെ ഓരോ നാട്ടിൽ. അതേപോലെ മുസ്ലിംസാണ് അൽഹംദുലില്ലാ എന്നിങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇത് എല്ലാവരും അത് നന്നായിട്ടാണ് പറയുന്നത്. നമ്മുടെ മലയാളിയോട് എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്നിങ്ങനെ പറയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുഴപ്പമില്ല, അങ്ങനെ അങ്ങ് പോണു എന്ന് പറയും. എന്നാ കുഴപ്പം ഇങ്ങനെയും പറയണവരുണ്ട്, അല്ലേ? അവർ ജന്മത്തെ അവർക്ക് നല്ലതാണെന്നോ, അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു സുഖമില്ല. മലയാളികൾക്ക് പ്രത്യേകിച്ചുള്ള സ്വഭാവം ഇത്.
നമുക്കറിയാവുന്ന ഒത്തിരി പേരെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ. ആരെങ്കിലും ഞാൻ സുഖമായിട്ടിരിക്കണു, എനിക്ക് നല്ലതാ എന്നിങ്ങനെ പറയില്ലല്ലോ. കുഴപ്പമില്ല, അങ്ങനെ അങ്ങ് പോകുന്നു എന്ന്. എങ്ങനെയുണ്ട്, എന്നാണ്ട് വിശേഷം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് പോകണു, ഇങ്ങനെയല്ലേ പറയുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ശരിയാണ്, ഒരിക്കലും അവർ സംതൃപ്തരല്ല. എന്തോരം കിട്ടിയാലും എന്തൊക്കെ ഉണ്ടെങ്കിലും അവർ സംതൃപ്തരല്ല. അവർക്കിനി ഒന്നും നേടിയെടുക്കാനില്ലെങ്കിലും അവരിങ്ങനെ പറയുള്ളൂ. ചിലർ പിന്നെ പറയും കണ്ണ് കിട്ടുന്നതുകൊണ്ട് അങ്ങനെ പറയും, അയ്യോ എനിക്ക് ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞാൽ വല്ല കണ്ണും കിട്ടിയെങ്കിലോ എന്നോർത്തോണ്ട് അതും പറയാൻ മടിയാ. കാരണം അതും ഇങ്ങനെ പൂത്തി വെച്ചോണ്ടിരിക്കുന്നവരാണ് കുറച്ചു പേര്. മറ്റുള്ളവർ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്നാവരും, മറ്റൊരു വല്ലതും വന്ന് പൈസ വല്ലതും ചോദിച്ചെങ്കിലോ മറ്റുള്ളവരെ എന്നെ കൊണ്ട് ജീവിക്കാനിരിക്കുകയാണ്, ഇങ്ങനെയുള്ള ചിന്തയിലും ജീവിക്കുന്ന കുറച്ച് പേരും കൂടെ ഉണ്ട്. ശ്രദ്ധിച്ചു നോക്കുക, ശരിയാണോ ഞാൻ പറയുന്നത്? അപ്പോൾ ഒരിക്കലും എന്ത് കിട്ടിയാലും സംതൃപ്തരല്ല. ഈ മറ്റുള്ള അതേപോലെ ഇവരുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ നമുക്കും ഒരു നെഗറ്റീവ് തന്നെ വന്നടിക്കും. നമ്മൾ ഒരാഴ്ച ഇവരെ അടുത്തിരുന്ന് നോക്കി നമ്മുടെ ഉള്ളിലും ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും. കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ നല്ല പോസിറ്റീവ് മൈൻഡ് ആക്കി എടുത്തു കൊണ്ടുവന്നായിരിക്കും. ഒരു ദിവസം അല്ലെ ഒരാഴ്ച ഇരുന്ന് നോക്കിയാൽ കഴിഞ്ഞാൽ നമ്മളും ആ പഴയ രീതിയിലേക്ക് തന്നെയായി വരണ കാണാം. പരമാവധി നമ്മൾ ഇങ്ങനെയുള്ളവരുടെ അടുത്ത് പോയി അധികം സമയം ഇരുന്ന് നമ്മുടെ സമയം കളയാതിരിക്കുക. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്ത് ബിസി ആയിട്ടിരിക്കുക. ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് നമ്മൾ കടന്നു പോകാതിരിക്കുക. നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് നമ്മുടെ വീട്ടിലാണെങ്കിലും നമുക്കും ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളിവിടെ പോലും ചുമ്മാ സമയം കളയുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും, ഇല്ലേ? നമ്മൾ ചുമ്മാ എന്തിനാ ഇങ്ങനെ പോയിരുന്ന ഇവരുടെ ഈ കുശുമ്പുകളും കുന്നാരികളും ഒക്കെ കേട്ട് നമ്മളെന്തിനാ സമയം കളയുന്നത്? നമ്മൾ ചിന്തിച്ചു വരുന്നു. അപ്പം നമ്മുടെ വാക്കുകൾ എന്ന് പറയണതുണ്ടല്ലോ, എപ്പോഴും സൂക്ഷിച്ചും കണ്ടും നമ്മൾ മാത്രമേ പ്രയോഗിക്കാവുള്ളൂ. അല്ലാണ്ട് ചുമ്മാ എടുത്തിട്ട് വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കരുത്. വാക്കുകൾക്ക് ഒത്തിരി ദൂഷ്യവശങ്ങളുണ്ട്. അത് ഒത്തിരി പേരെ മുറിവേൽപ്പിക്കുന്ന സാധനമാണ്. അധികം വഴക്കുകൾക്ക് കാരണം നമ്മുടെ വാക്കുകളും നാക്കുകളുമാണ്, അല്ലേ? നമ്മുടെ നാക്കും കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാണ് മിക്ക വഴക്കുകളും ഉണ്ടാകും. അല്ലെങ്കിൽ വഴക്കുണ്ടാവുക, നമ്മൾ നിർത്തി മിണ്ടാണ്ടിരിക്കുന്നിടത്ത് വഴക്കുണ്ടാകും. നമ്മുടെ വാക്കുകൊണ്ടാണ് കത്തിക്കുത്ത് വരെ ഉണ്ടാകുന്ന സംഭവങ്ങൾ, അല്ലേ? നമ്മുടെ നാക്കെടുത്ത് ഓരോ വാക്കുകൾ പറയുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഏത് മേഖലയിലാണെങ്കിൽ പോലും. അപ്പോൾ നമ്മൾ എപ്പോഴും സുരക്ഷിതമായി ഇത്രയും സേഫായിട്ട് നമ്മുടെ നാക്കിനെ തന്നിട്ടും നമ്മളിതെടുത്ത് പ്രയോഗിക്കുന്ന ഒരാളെ മുറിവേൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നോർത്ത് നോക്കിയേ, അവരുടെ ഉള്ളിൽ എന്തോരം ക്രൂരമായ മനസ്സായിരിക്കും ഉള്ളതെന്നൊന്ന് വിചാരിച്ച് നോക്കിക്കേ. നമ്മൾ അത്രയ്ക്ക് ക്രൂരമായ മനസ്സുള്ളവർക്ക് മാത്രമേ മറ്റൊരാളെ വേദനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവരാരെ വേദനിപ്പിക്കാൻ വരില്ല. അവർ സാത്വികമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അവർ നല്ല മനസ്സോടുകൂടി ചിന്തിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. നല്ല കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. ക്രൂരമായ മനസ്സ് ആരുടെയെങ്കിലും മുമ്പിൽ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിലാണ് അവർ ക്രൂരമായിട്ട് നമ്മളോട് പെരുമാറുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന മനസ്സ് ഒരു ക്രൂര മനസ്സിൻ്റെ ഉടമകളായിരിക്കും, ഉറപ്പായ കാര്യമാണ്. അപ്പം നമ്മൾ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ ആദ്യം ശ്രമിക്കുക. നമ്മുടെ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ നമ്മൾ 2 വട്ടവും കൂടെ ആലോചിക്കുക, അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണോ, നമ്മളത് പറയേണ്ട കാര്യമുണ്ടോ? ചിലർ അപവാദങ്ങൾ പറഞ്ഞൊപ്പിക്കുന്നത് കേട്ടിട്ടില്ലേ? ഒരു കാര്യമില്ലാതെ ആയിരിക്കും, അവർക്ക് അറിയത്ത് പോലും ഇല്ലാത്ത കാര്യത്തെക്കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അങ്ങനെയൊക്കെ ഒന്നും ആരെക്കുറിച്ചും മോശമായിട്ട് സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഇല്ലേ? നമ്മളൊരു കാര്യം പറഞ്ഞു, നമ്മളത് എല്ലാവരോടും പറഞ്ഞു നടക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലേ? ചിലർ നമ്മുടെ അടുത്ത സ്വന്തക്കാരോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ ഒക്കെ അവർ ചെയ്യുന്ന ഏതെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അവർക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. കാരണം ഇപ്പം ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ എൻ്റെ അടുത്ത സ്വന്തപ്പെട്ട അല്ലെങ്കിൽ ഒരാളോട് ഞാൻ പറയാം, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, നിങ്ങൾ ഇന്നത് ചെയ്യരുത്, അവരോട് അങ്ങനെ കൂട്ടുകൂടേണ്ട കാര്യമില്ല, അവരിൽ നിന്നുള്ള നെഗറ്റീവാണ് നമ്മളിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അവർ ജന്മത്തത് സമ്മതിച്ചു തരില്ല. അവർ ആ കൂട്ട് ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അവരുടെ ഭാഗം ന്യായീകരിക്കും. ഞാനങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് പറയുകയും ചെയ്യും. അവർ പിന്നെ ആ കൂട്ട് തുടർന്നുകൊണ്ട് പോവുകയും ചെയ്യും. ഉറപ്പായ കാര്യം. അവരതിൽ നിന്ന് ഒഴിവാകുകയില്ല. അവരതിൽ തന്നെ പെട്ട് കിടന്നിട്ട് അവരതിനകത്തൊരു സുഖം കണ്ടുപിടിച്ചേക്കുക. അത് അതിനകത്ത് തന്നെ നിൽക്കും. അവരുടെ ജീവിതം അതോടുകൂടി കളയുകയും ചെയ്യും. എന്നാൽ അവരോട് ഒഴിവായി പോലെ നമ്മളിപ്പോൾ പറയുകയെന്ന് വെച്ചോ, നിങ്ങൾ അവരുമായിട്ടുള്ള കണക്ഷൻ അങ്ങ് വിട്ടേരെ, നമുക്കത് കൊള്ളില്ല, നമ്മളെ ചുമ്മാ നെഗറ്റീവ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർ ഒഴിവായി പോരുവാണെങ്കിൽ അവർ രക്ഷപ്പെടും. അവർക്ക് ആ കണക്ഷൻ കളഞ്ഞേക്കുക. നമുക്കതിൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുക. പക്ഷേ പലപ്പോഴും ഇങ്ങനെ പറയുന്നവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കില്ല. അവരതിനകത്തൊരു സുഖം കണ്ടേക്കുവാണ്. മറ്റുള്ളവരുടെ കുറ്റം പറയാനോ മറ്റുള്ളവരുടെ കുശുമ്പുകൾ പറയാനോ പരദൂഷണം പറയാനോ ഒക്കെ അവർ അതിനകത്തൊരു സുഖം കണ്ടുകൊണ്ട് അവർ ജന്മത്തിൽ അതിൽ നിന്ന് ഒഴിവായി പോരില്ല. അവരതിനകത്ത് തന്നെ പെട്ടുകിടക്കും. അവരെന്നിട്ട് മറ്റുള്ളവരെ ഇങ്ങനെ ദൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒരു പണിയില്ലല്ലോ. അപ്പം നമ്മൾ മറ്റൊരാളെ ദൂഷിച്ച് പറയുന്ന വാക്കുകൾ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. എത്ര ആൾക്കാരെ മോശമായിട്ട് പറയുന്നോ അത്രയും കൂടുതൽ നമ്മളും ചീത്തയായിക്കൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? നമ്മളിലൊരു ദൈവ ചൈതന്യം ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടിക്കോളും നമുക്ക്.
അപ്പോൾ പരമാവധി ഇങ്ങനെ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. നമുക്കുള്ള സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറഞ്ഞ് നമ്മൾ ജീവിക്കുക. ഇതൊക്കെ ചെയ്താൽ നമ്മുടെ ജീവിതം സന്തോഷമാവും കേട്ടോ.